കൊലപാതകമോ? ആരെ കൊന്നു? ഒരു ഡ്രൈവറെ. ചേച്ചിക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷേ യവന്മാർക്ക് നല്ല ഓർമ്മയുണ്ട്. സാർ അങ്ങനെ പറഞ്ഞ പോരാ. പോലീസുകാരെ കൊണ്ട് സഹി കെട്ടി നിൽക്കാൻ ഞങ്ങള്. ഞാൻ അറിയാത്ത കൊലപാതകം ഏതാ അതൊന്നും അറിയട്ടെ. ആഹാ, അപ്പം ബാക്കിയുള്ള കൊലപാതകങ്ങളെല്ലാം അറിയാം. അമ്മയും മക്കളും ഭാര്യയും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തന്നെ ആസൂത്രണം. അത് കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. പുനലൂരിൽ നിന്ന് നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയും മകളും തിരിച്ചു വരുമ്പോൾ കാർ അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കു പറ്റി. അതൊരു അപകട മരണമല്ലായിരുന്നോ? ആണോടാ? ആക്സിഡന്റ് ആയിരുന്നോ? എനിക്കറിയത്തില്ല സാറേ. നിനക്കറിയാവോടാ? ഇല്ല സാർ. ഇവർക്കറിയാം, മറന്നുപോയതാ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വേണ്ട പോലെ ചോദ്യം ചെയ്യുമ്പോൾ നല്ല ഓർമ്മ വരും. ഇവർ ഒറ്റയ്ക്കല്ല. സുധർമ്മയുടെ മകൻ ഹരീഷുണ്ട്, ചന്ദ്രമോഹനുണ്ട്, പിന്നെ വിക്രമന്ത ജീപ്പ് ഇരിപ്പുണ്ട്. അവനും ആദ്യമൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ലോക്കപ്പിൽ ചെന്നപ്പം എല്ലാം ഓർമ്മ വന്നു. നോക്കണ്ടാ, എല്ലാവരെയും കിട്ടി. മൊത്തം 7 പ്രതികൾ. നിങ്ങൾ 2, ഹരീഷ്, ചന്ദ്രമോഹൻ, വിക്രമൻ, പിന്നെ 2 ഗുണ്ടകളും. കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾ 2 പേരും കൂടി. കൊട്ടേഷൻ എടുത്തത് ഹരീഷ്, എന്നിട്ട് വിക്രമിന് സബ് കോൺട്രാക്ട്. എടാ, തത്ത പറയുന്ന പോലെ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളെ ഉള്ളു ബാക്കി. ചെല്ല്, ജീപ്പിലോട്ട് കയറിയാട്ടെ. പിടിച്ചു കയറ്റോ. വായിങ്ങോട്ട് വാടാ. നിങ്ങൾ എപ്പോ തിരിച്ചു വരും? ഓ, ഞങ്ങൾ അധികം നേരം ഒന്നും താമസിക്കില്ല ചേച്ചി. വീട്ടിൽ ചെന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കുക, അപ്പൊ തന്നെ തിരിച്ചു പോരുക. പാലപ്പടിക്കൽ വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാ? അമ്മൂന്റെ കൈവശല്ലേ? ഒരു താക്കോലല്ലേ അവളുടെ കയ്യിലുള്ളൂ. പാലപ്പടിക്കൽ വീടിന്റെ 2 താക്കോലുകൾ എന്റെ കൈവശമാ. തീർക്കാൻ പറ്റൂല അല്ലേ? അമ്മു വേറെ പൂട്ടും താക്കോലും വാങ്ങി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്ലാനും പൊളിയും. അമ്മ, കാറിന്റെ കീ എടുത്തില്ലേ? ആ, അത് ചന്ദ്രേട്ടന്റെ കയ്യിലായിരിക്കും. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, ആ കാറിന്റെ കീ എവിടെ വെച്ചിരിക്കുന്നേ? അതൊന്ന് എടുത്തോണ്ട് വരുവോ? ആ നീലിമയെ കൂടി കൊണ്ടുപോയിരുന്നില്ലേ? എല്ലാം ഒന്ന് തൂത്തുടച്ചിടുകയെങ്കിലും ചെയ്യായിരുന്നല്ലോ. ഓ, അതിനുള്ള സമയമൊന്നും ഇല്ലെന്നേ. ഇനി പോകുമ്പോ കൊണ്ടുപോവാ. എനിക്കെന്തിനാ അവന്റെ കയ്യിലോട്ട് കൊടുക്ക്? അവനല്ലേ ഓടിക്കുന്നത്. എടാ ഹരീഷേ, സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. വണ്ടി എന്റേതല്ല, മുരളിയുടേതാ. അത് ഓർമ്മ വേണം. നിങ്ങളെങ്ങോട്ടോ യാത്രയിലാണെന്ന് തോന്നുന്നല്ലോ. ഞാനൊരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ നിങ്ങൾ പൊയ്ക്കളഞ്ഞേനെ അല്ലേ? ഞങ്ങള് പാലപ്പടിക്കൽ വരെ പോകുന്നുള്ളൂ, അല്ലാതെ രാജ്യം വിട്ടു പോകുന്നതൊന്നും അല്ല. ആ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. കുറെ മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രൻ തമ്പിയുടെ ഒരു കാർ ആക്സിഡന്റ് ആയി. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയും മകളും ഡ്രൈവറും കാറിലുണ്ടായിരുന്നു. പുനലൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് മടങ്ങുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ഡ്രൈവർ കൊല്ലപ്പെട്ടു. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കുപറ്റി. ആ അപകടം വെറും അപകടമല്ല.
നരേന്ദ്രൻ തമ്പിയും കുടുംബത്തെയും വകവരുത്താൻ വേണ്ടി ചിലർ നടത്തിയ ആസൂത്രിത പദ്ധതിയാണെന്ന് ഇപ്പം പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. ചിലരെയൊക്കെ ചോദ്യം ചെയ്തപ്പോ അത് ചില സത്യങ്ങളുണ്ടെന്ന് തെളിഞ്ഞു. ആ കൊലപാതക പദ്ധതിയിൽ പങ്കാളികളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. ഇനി 2 പേർ കൂടിയേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ഇവിടെ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ. ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ? സോറി മാഡം, ആ പ്രതികളിൽ ഒരാൾ നിങ്ങളുടെ സഹോദരനാണ്. അടുത്തയാൾ ദാ നിങ്ങളുടെ മകൻ. ആരാ ഇങ്ങനെ ഒരു കള്ളക്കേസ് കെട്ടിച്ചമച്ചെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പോലീസാണോ അതോ പോലീസിന് വേഷം കെട്ടിയ നരേന്ദ്രൻ തമ്പിയുടെ ഗുണ്ടകളോ? ചന്ദ്രമോഹൻ, ഹരീഷ്, നിങ്ങൾ 2 പേരും പോലീസിനോട് സഹകരിക്കണം. 2 പേരും ചെന്ന് ജീപ്പിലോട്ട് കയറ്. സമ്മതിക്കില്ല ഞാൻ. എന്റെ മോനെ എന്റെ ആങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിലേ എന്റെ ശവം ആദ്യം ഇവിടെ എടുത്ത് മാറ്റണം. നിങ്ങൾ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഇവിടെ വെച്ച് വരെ അവമാനിക്കണമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും മാന്യമായി ഇടപെടുന്നത്. 2 ചെകിട്ടത്തും 4 വീതം പൊട്ടിച്ചിട്ടേ കൈവിലങ്ങ് വെച്ച് വലിച്ചരിച്ച് ജീപ്പിൽ കൊണ്ടിടാനേ പോലീസിന് അറിയാൻ മേലഞ്ഞിട്ടല്ലെന്ന് ഓർമ്മ വേണം. എന്നാ നിങ്ങൾ അങ്ങനെ ചെയ്യേ. ആദ്യം എന്നെ നിങ്ങളുടെ ജീപ്പിലോട്ട് പിടിച്ചു കയറ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തനിക്ക് ആരോട് ശമ്പളം തരുന്നത്? സർക്കാരോ അതോ നരേന്ദ്ര തമ്പിയോ? ചെന്ന് ജീപ്പിലോട്ട് കയറ്. ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കരുത്. ഇല്ല, സമ്മതിക്കില്ല ഞാൻ. എന്റെ മോനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. മാറിക്കിടി. കൊല്ലാനും കൊല്ലിക്കാനും കൊള്ളയടിക്കാനും വേണ്ടി ഒരു മകനെ പെറ്റി വളർത്തിയിട്ട് നീ പോലീസിനെ കൊലയ്ക്കുന്നോടി. ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് കേറാ. സാറെന്നെ പിടിക്കണ്ട, ഞാൻ വന്നോളാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലടാ, ഇപ്പോഴാണോ നിനക്ക് ബോധം ഉണ്ടായത്? ഇങ്ങോട്ടും ചന്ദ്രേട്ടാ, അങ്ങോട്ട് കേറാ. നരേന്ദ്രൻ തമ്പിയുടെ ചെലവിൽ തെപ്പിച്ച കുപ്പായമല്ല ഇത്. കേരള ഗവൺമെന്റിന്റെ സ്വന്തം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുന്നിച്ച് എന്ന 1-ാം തരം യൂണിഫോമായത്. മനസ്സിലായോ? കിട്ടിയോ? അവരെ കസ്റ്റഡിയിലെടുത്തോ? ആ, ശരി ശരി, ഓക്കെ. അമ്മോ, എന്തോ? നീ എവിടെയാ? വളരെ വളരെ വ്യക്തമായ തെളിവുണ്ടല്ലോ അല്ലേ? നിങ്ങൾ മുഖം നോക്കണ്ട, ന്യായവും നീതിയും മാത്രം നോക്കിയാൽ മതി. ഹലോ, ഹലോ, ആരാ? ആരാണെന്ന് നിനക്ക് അറിയണോ അല്ലേടി? ഒരു മകനെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റമ്മയാടി. ആഹാ, ചെറിയമ്മയാണോ? എന്തൊക്കെയുണ്ട് ചെറിയമ്മ വിശേഷം? ചന്ദ്രമോഹനങ്ങളുടെ വീട്ടിലാണെന്നറിഞ്ഞു. സുഖാണോ ചെറിയമ്മയ്ക്ക്? ആണടി, പരമസുഖാടി. നീ ഓർത്തോടി, എന്നോട് എന്റെ മോനോട് ചെയ്യുന്നതിന്റെ ഒക്കെ ഫലം നീ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളടി. അയ്യോ, എന്തു പറ്റി ചെറിയമ്മ? ഒന്നും നിനക്ക് അറിയില്ലല്ലേടി. നിന്റെ പക പാലപ്പടിക്കൽ തറവാട്ടിൽ നീ തെണ്ടിക്കേറി വന്നപ്പോ നിന്നെ ഞാൻ ചപ്രമഞ്ചത്തി കയറ്റി ഇരുത്താത്തതിന്റെ പ്രതികാരം അല്ലേടി. അയ്യോ കഷ്ടം. ഇല്ല വചനം പറയല്ലേ ചെറിയമ്മേ.
പാലപ്പടിക്കൽ വെച്ച് ചെറിയമ്മ എന്നെ പല വിധത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. ആ വീട്ടിലെ സകല ജോലിയും ചെയ്യിച്ചിട്ടുണ്ട്. എന്നെ കിടത്തിയിരുന്ന സ്ഥലം പട്ടിക്കൂടാണെന്ന് പോലും എനിക്കറിയാം. അതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷെ എന്റെ പേരും പറഞ്ഞ് എന്നെ പഴിചാരി എന്റെ അച്ഛനോട് ചെയ്ത കൊലച്ചതി ഉണ്ടല്ലോ, മകനും അമ്മയും അമ്മയുടെ ആങ്ങളെയും ചേർന്ന്, അതിന്റെ കണക്ക് തീരണമെങ്കിൽ അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൺമുമ്പിൽ ചത്തു കിടക്കുന്നത് കാണണമെന്ന്. ഇവിടെ നാശം പിടിച്ചവളെ, നീ ചാവുന്നതിന് മുമ്പ് നിന്റെ ആഗ്രഹം നടക്കുന്നു നീ കരുതണ്ടടി. നിന്റെ കെട്ടിയോനെ കൊണ്ട് പോലീസിന് കൈക്കൂലി കൊടുത്തിട്ട് ഇനി ഒരു 10 പ്രാവശ്യം കൊണ്ട് നീ എന്റെ മോനെ കള്ളക്കേസിൽ കൊടുക്കണേ. അവന് വെറും പുല്ലാടി, നിന്റെ കള്ളക്കേസും നിന്റെ കൈക്കൂലി വാങ്ങുന്ന നാറിയ പോലീസും. അങ്ങനെയൊന്നും അവനെ തകർക്കാൻ നോക്കണ്ടടി. ഓരോ തവണയും ഇരട്ടി ശക്തിയിൽ അവൻ തിരിച്ചു വരുന്നെന്ന് നീ ഓർത്തോ? മകനെ പോലീസ് വന്ന് പൊക്കിയതിന്റെ ഇളക്കമാണെന്ന് മനസ്സിലായി. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടടി, നിന്നോടല്ല, നിന്റെ കെട്ടിയോനുണ്ടല്ലോ ആ ഭീമാസുരൻ, അവനോടാ എനിക്ക് പറയാനുള്ളത്. കൊടുക്കണേ ഫോൺ. കലി കയറി നിൽക്കുക. ഹലോ, നരേന്ദ്രനാ? ഓ, അടുത്തുണ്ടായിരുന്നോ മഹാമാന്യൻ? ഭാര്യയുടെ സരസ്വതി കേട്ട് രോമാഞ്ചം കൊണ്ട് നിൽക്കുകയായിരിക്കും. അതെ സുധർമ്മേ, ഇവൾ സുധർമ്മയോട് സംസാരിക്കുമ്പോ മാത്രം അതിലെവിടെയൊക്കെയോ തീപ്പൊരി കാണും. നല്ല രസം കേൾക്കാൻ. വല്ലപ്പോഴല്ലേ ഉള്ളൂ. അവളെന്റെ ചങ്കിൽ കുത്തുന്നത് നിനക്ക് നല്ല രസമാ അല്ലേ നരേന്ദ്ര? സുധർമ്മ ആരുടെയൊക്കെ ചങ്കി കുത്തിയിട്ടുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ എന്തു കൊടുക്കുന്നോ അത് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടും. അത് ലോകനീതിയാ സുധർമ്മേ. എന്റെ മോനെ നീ പിന്നെ കള്ളക്കേസിൽ കുടുക്കിയല്ലേ? ഇതുകൊണ്ട് നിനക്ക് തൃപ്തിയായോ നരേന്ദ്ര? എവിടെന്ന്? എന്റെ തലയ്ക്ക് 2 ലക്ഷം രൂപ വിലയിട്ടവനല്ലേ സുധർമ്മ അവൻ. അവനെ എന്ത് ചെയ്താലും എനിക്ക് തൃപ്തിയാവില്ല. പിന്നെ കള്ളക്കേസിന്റെ കാര്യം, അത് കള്ളക്കേസൊന്നും അല്ല സുധർമ്മേ, നല്ല ഒന്നാന്തര ഓഫൻസാ. എന്നെ കൊല്ലാൻ വേണ്ടി അവൻ ഉന്നം വെച്ചേ, പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടേ. പാവമാ ഡ്രൈവറാ മരിച്ചേ. എന്റെ ഭാര്യക്കും മകൾക്കും ഉണ്ടായ വേദനയും വിഷമമൊക്കെ അവർ സഹിച്ചു. പക്ഷേ പാവപ്പെട്ട ആ ഡ്രൈവറുടെ ജീവൻ ഒരു വിലയില്ലേ? ഉണ്ട് സുധർമ്മേ, ഉണ്ട്. പോലീസ് അത് തെളിയിക്കുകയും ചെയ്യും. നിന്റെ കൈക്കൂലി വാങ്ങുന്ന പോലീസിന് എന്നെയും എന്റെ മോനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നരേന്ദ്ര. കുറച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പറ്റുമായിരിക്കും. ഒരവസരം വരുമ്പോ അതിനെ ഇരട്ടി നിനക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ എന്ത് സംഭവിച്ചു സുധേ? പോലീസ് വന്ന് അവനെ പിടിച്ചോണ്ട് പോയോ? ഒന്നും അറിയാത്ത പോലെ കള്ളും പെണ്ണും കൈക്കൂലിയും കൊടുത്ത് നീ വശത്താക്കി വെച്ചിരിക്കല്ലേ പോലീസിനെ? അതൊക്കെ സുധർമ്മയുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചു. പക്ഷെ ഇവിടുന്ന് പോകുമ്പോ നരേന്ദ്രൻ തമ്പി ഒരു വാക്ക് പറഞ്ഞായിരുന്നു, മറന്നോ? എവിടെ പോയാലും ഞാൻ പുറകെ വന്ന് നായാടി നശിപ്പിക്കുമെന്ന്. അത് മറക്കല്ലേ സുധർമ്മേ? ഓക്കെ? ഹലോ മുരളി, നീ എവിടെയാ? എത്ര തവണയായിട്ട് വിളിക്കുന്നു, ഔട്ട് ഓഫ് റേഞ്ചാ. എന്താ അവിടെ പ്രശ്നം? ഞാനിവിടെ കൊട്ടാരക്കരയിൽ നിൽക്കുക. അവിടെ എവിടെയാ? ഒരു ഹോട്ടലില്ല. ഇവിടെ ഒരു മീറ്റിംഗും ഡിസ്കഷനും ഉണ്ടേ. എത്രയും പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വാ മുരളി. പത്തനംതിട്ടന്ന് പോലീസ് വന്ന് ചന്ദ്രേട്ടനെ ഹരീഷിനെ പിടിച്ചോണ്ട് പോയി. ഇപ്പൊ സമയം കുറെ ആയി കൊണ്ടുപോയിട്ട്. അന്നേരം മുതൽ വിളിക്കുക, കിട്ടണ്ടേ? അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ മുരളീകൃഷ്ണന്റെ അളിയനാണെന്ന്? പറയാഞ്ഞിട്ടാണോ? പറഞ്ഞു. മുരളീകൃഷ്ണന്റെ അളിയനെ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ച പോലീസ് ജീപ്പിൽ കെട്ടിക്കൊണ്ടുപോയി. അത് ശരി. അത് ഏത് പോലീസാണെന്ന് അറിയോ? എനിക്കതൊന്നും അറിഞ്ഞുകൂടെ മുരളി. വേഗം ഒന്നിങ്ങോട്ട് വാ. ചേച്ചി അവിടെ പിഴയ്ക്കാതെ നിൽക്ക്. പോലീസ് അവരെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നത്തൊന്നുമില്ലല്ലോ. ഞാനങ്ങോട്ട് വരാ. അല്ല, എന്തിനാ കസ്റ്റഡിയിലെടുത്തെന്ന് പറഞ്ഞോ? നരേന്ദ്രൻ തമ്പിയുടെ കാർ ഡ്രൈവറെ അപകടപ്പെടുത്തി കൊന്നത്രേ. ഇപ്പൊ അതിനുള്ള തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. തന്നെ മുരളി, ഞാൻ ഫോൺ സുധർമ്മയ്ക്ക് കൊടുക്കുക. ഹലോ മുരളി, ആ നരേന്ദ്രൻ തമ്പി മനഃപൂർവ്വം ചെയ്യിച്ചതാ. ആ കാർ ആക്സിഡന്റ് ഒക്കെ പണ്ടെങ്ങോ നടന്നതാ.
ഇപ്പൊ കുത്തിപ്പൊക്കി കൊണ്ട് വന്നിരിക്കുക. അല്ല, ചന്ദ്രേട്ടനും ഹരീഷിനും വല്ല മനസ്സറിവുള്ള കേസാണത്? എവിടുന്ന് വെറുതെ കള്ളക്കേസ് കൊടുത്തിരിക്കുക? ദേ, വൈദ്യരോടും വക്കീലോടും കള്ളം പറയുന്ന ഞാനിപ്പോ നിങ്ങളുടെ വക്കീല. അതുകൊണ്ട് എന്നോട് സത്യം പറയാൻ മടിക്കണ്ട. അവരെല്ലാം കൂടി പങ്കുചേർന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം മുരളി. ആ നരേന്ദ്രൻ പുറകെ നടന്ന് ഞങ്ങളെ വേട്ടയാടൂന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും. ആ, അയാളുടെ കക്ഷത്തിലല്ലേ നിങ്ങളുടെ തല, പിന്നെന്ത് ചെയ്യാനാ? എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. ഫോൺ വച്ചേക്ക്. ശരി മുരളി, വേഗം എത്തണേ. ഇന്നിനി മുരളി വന്ന് എത്ര ശ്രമിച്ചാലും ജാമ്യം കിട്ടോ? സമയം പോയില്ലേ? ഇന്നിനി രാത്രി മുഴുവൻ അവർക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടി വരുമോ എന്തോ. ഇതെന്തിനാ സേഡി? താങ്കളത് വളരെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. എന്താണെന്ന് പറയൂ. അത് വിക്രമൻ വെളിപ്പെടുത്തിയ ചില സത്യങ്ങളാണ്. എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അവര് സൃഷ്ടിച്ച പുനലൂർ ആക്സിഡന്റിന്റെ പിന്നില് ആരൊക്കെയാണ് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ വിവരങ്ങളാണ്. പക്ഷെ സേഡി ഒന്നും കോടതിയിലൊരു തെളിവല്ല. കോടതിയിലേക്ക് വേണ്ടിയല്ല, കേസ് അന്വേഷിച്ചു പോകുമ്പോൾ താങ്കൾക്ക് ഉപകാരപ്രദമാവുന്ന ചില വസ്തുതകൾ ഇതിലുണ്ട്. ഈ സീഡി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്നെ ഹെൽപ്പ് ചെയ്യാനും ചിലരുണ്ടെന്ന് സാറിന് അറിയാലോ. അവര് സംഘടിപ്പിച്ചു തന്നതാ. ഞാനൊന്ന് നോക്കട്ടെ. സാറിന് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. അത് ഏത് വിധത്തിലുള്ളതാണെങ്കിലും. നിങ്ങളെന്നെ കൈക്കൂലി കാട്ടി പ്രലോഭിപ്പിക്കുകയാണോ? കൈക്കൂലി തരും. അതാര് തരുന്നതിനേക്കാൾ കൂടുതൽ തരും. അങ്ങനെ പറയാൻ കാരണം, ഞാൻ തരുന്നതിനേക്കാൾ വലിയൊരു കൈക്കൂലി ഓഫർ ചെയ്ത് സാറിന് എൻ്റെ എതിരാളികൾ സ്വാധീനിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കൈക്കൂലി തരാമെന്ന് പറയുന്നത് കുറ്റം മറയ്ക്കാൻ വേണ്ടിയല്ല, സത്യം തെളിയിക്കാൻ വേണ്ടിയാ. കൈക്കൂലി വാങ്ങിയിട്ട് അധർമ്മത്തിന് കൂട്ടുന്നുള്ളൊരു കുറ്റബോധം സാറിന് വേണ്ട. സത്യത്തിന് കൂട്ടുനിൽക്കുന്നതിന് കിട്ടുന്നൊരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. ഞാൻ കൈക്കൂലി വാങ്ങുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. താങ്കൾ വാങ്ങോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വന്ന അത് അനീതി ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല, നീതിക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ഈ CD-യുടെ കോപ്പി CIക്കും SP-ക്കും കൊടുത്തിട്ടുണ്ട്. അവരോടും ഇതൊക്കെ തന്നെ പറഞ്ഞേ. അവരെ ഞാൻ ഇതുവരെ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ചോദ്യം ചെയ്യും. എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയാൽ നിങ്ങളെ ഞാൻ അറിയിക്കാം. മറുവശത്ത് KV മുരളീകൃഷ്ണനാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. അറിയാം. അയാളുടെ കഴിവും കഴിവുകേടും അറിയാം. സാറിനെ ഉപദ്രവിക്കാൻ വേണ്ടി അയാൾക്കൊരു വാക്ക് ചെലവാക്കിയാൽ മതിയായിരിക്കും. സാറിന് അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി 25 ലക്ഷം ചെലവാക്കേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. നരേന്ദ്രൻ വെറുമ്പാക്ക് പറയല്ല. എന്റെ സഹകരണം ഞാൻ ഉറപ്പു തരുന്നു. എനിക്ക് അത്രയും മതി സാർ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി, ഓക്കെ. എന്താ? ആരെ കാണാനാ? ഞങ്ങള് നരേന്ദ്രനെ കാണാൻ വന്നതാ. എന്താ കാര്യം? അത് ഞാൻ നരേന്ദ്രനോട് പറഞ്ഞോളാം. മുമ്പേ വിളിച്ചു പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? എന്റെ കൂടപ്പുറപ്പിനെ കാണുമെങ്കിൽ ഞാൻ കൂടിക്കാഴ്ചക്കുള്ള സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യണോടി? വേണം. കൂടപ്പിറപ്പെന്ന വാക്കിന്റെ അർത്ഥം തിരുത്തി എഴുതിയവരല്ലേ നിങ്ങള്? ഞാൻ എന്താടി മാറ്റി എഴുതിയത്? ചതിക്കുന്നവൾ, കൊല്ലാനും മടിക്കാത്തവൾ, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവൾ, അങ്ങനെ എന്തെല്ലാം അർത്ഥങ്ങൾ നിങ്ങൾ എഴുതി. എന്റെ മക്കൾ എന്തെങ്കിലും അറിവില്ലായ്മ കാണിച്ചതിന് ഞാനാണ് ഉത്തരവാദി. അതേലോ, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ എന്തായാലും നരേന്ദ്രനെ കാണാൻ തന്നെയാ വന്നത്. കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിൽക്ക് നിൽക്ക്. അങ്ങനെ കടന്നു പോകാനൊന്നും ഇനി പറ്റില്ല. അതൊക്കെ പണ്ട്. അതെ,
എന്റെ പാസ് ഇല്ലാതെ ചെന്നാൽ അതിന്റെ ഇരട്ടി വേഗത്തിൽ തിരിച്ചോടേണ്ടി വരും. നിനക്ക് പോണോ? പൊയ്ക്കോ. നരേന്ദ്ര, ശബ്ദിക്കരുത്. നരേന്ദ്ര, നിന്നെ ഒന്ന് കാണാൻ. ഈ വീടിനകത്ത് ശബ്ദിക്കരുത്. ഇറങ്ങു വെളിയില്. നരേന്ദ്ര, നീയല്ലാതെ ഞങ്ങൾക്ക് ആരാ? ആരോട് ചോദിച്ചിട്ടാ നിങ്ങളോട് ഒന്ന് കയറി? അമ്മോ, നിന്റെ അനുവാദം വാങ്ങിയിട്ടാണോ ഇവരകത്ത് കയറി? അല്ല, കൂടപ്പറപ്പിനെ കാണണമെന്ന് പറഞ്ഞ് തള്ളി തുറന്ന് കേറുമായിരുന്നു. കടക്ക് വെളിയിലെ.